ഓണത്തിന്റെ ഐതിഹ്യവും കേരളത്തിന്റെ പൈതൃകവും വിളിച്ചോതി രാഷ്ട്രപതി ഭവനിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം. 1 മണിക്കൂർ നീണ്ടുനിന്ന ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സംസ്ഥാനത്തെ മന്ത്രിമാരും പങ്കെടുത്തു. എന്നാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആരും ചടങ്ങിനെത്തിയില്ല. റെയ്സീന കുന്നിൽ പൂവിളി ഉയർന്നു. രാഷ്ട്രപതി ഭവന്റെ ചരിത്രമുറങ്ങുന്ന അകത്തളങ്ങളിൽ മുഴങ്ങിയത് ഓണത്തിന്റെ ഈണവും താളവും. സംസ്ഥാന സർക്കാർ രാഷ്ട്രപതി ഭവനിൽ ആദ്യമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഉന്നത ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സദസ്സിനു മുൻപാകെ ഓണത്തിന്റെ ഐതിഹ്യങ്ങൾ പ്രസ് സെക്രട്ടറി വേണുരാജ പങ്കുവച്ചു. പിന്നാലെ വാദ്യമഞ്ജരി. മോഹിനിയാട്ടം, കഥകളി, തെയ്യം, ഒപ്പന, മാർഗംകളി, തിരുവാതിര, കളരിപ്പയറ്റ് തുടങ്ങിയവ പിന്നീട് വേദിയിലെത്തി. സംസ്ഥാനത്തിന്റെ കലാപൈതൃകം വിളിച്ചോതുന്നതായിരുന്നു കലാമണ്ഡലത്തിലെ നർത്തകർ അവതരിപ്പിച്ച നൃത്ത സംഗീത ശില്പം. പ്രഥമ പൗരന്റെ സാന്നിധ്യത്തിൽ ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ധന്വന്തരി ശില്പമാണ് രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചത്. ഓണസദ്യയുണ്ടും മധുരം നുകർന്നുമാണ് ചടങ്ങിനെത്തിയവർ പിരിഞ്ഞത്. മുഹമ്മദ് നിസാർ, റിപ്പോർട്ടർ, ദില്ലി.